ഇനി രണ്ട് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുകൾ തമ്മിലായിരിക്കും ഇനിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നത്. അതായത് കേരള പോലീസും മധ്യപ്രദേശ് പോലീസും തമ്മിൽ ഇനിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. മധ്യപ്രദേശ് പോലീസ് പറയുന്നത് കുംഭമേളയിൽ വൈറൽ താരത്തിന് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് മധ്യപ്രദേശ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, അതായത് അച്ഛനും അമ്മയും പറയുന്നത് പ്രായപൂർത്തിയായിട്ടില്ല, അതായത് 16 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. എന്നാൽ നമ്മുടെ കേരള പോലീസ് പറയുന്നത് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ട് എന്നാണ്. കാരണം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ CPM നേതാക്കളും വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി ഉൾപ്പെടെ ജയിലിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. വിവാഹവുമായി ബന്ധപ്പെട്ട് പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും മധ്യപ്രദേശ് പോലീസ് ചുമത്തിയ പോക്സോ ഉൾപ്പെടെയുള്ള കേസുകൾ നിലനിൽക്കില്ല എന്നുമാണ് DGP റവാഡ ചന്ദ്രശേഖരന്റെ നിലപാട്. വിഷയത്തിൽ നാളെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് മുന്നിൽ കേരള DGP റവാഡ ചന്ദ്രശേഖർ നേരിട്ട് ഹാജരായി കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കും. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നും മധ്യപ്രദേശ് പോലീസിന്റെയും കുടുംബത്തിന്റെയും വാദം തള്ളുന്ന ശക്തമായ രേഖകൾ കേരള പോലീസിന്റെ കയ്യിലുണ്ടെന്നും അത് നാളെ ഹാജരാക്കുമെന്നാണ് DGP പറയുന്നത്. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിലും തദ്ദേശ വകുപ്പിലും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൃത്യമായി പരിശോധിച്ച ശേഷമാണ് വിവാഹത്തിന് അനുമതി നൽകിയതെന്ന് DGP ബോധിപ്പിക്കും. കേരള പോലീസിന്റെ ഈ കർശന നിലപാട് രണ്ട് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ തമ്മിലുള്ള വലിയ വാക്പോരിന് വഴിവെച്ചേക്കാം. പെൺകുട്ടി എവിടെ ഉണ്ടെന്ന കാര്യത്തിൽ കേരള പോലീസിന് കൃത്യമായ അറിവുണ്ടെന്നും അവർ സുരക്ഷിതയാണെന്നും DGP കമ്മീഷനെ അറിയിക്കും. പെൺകുട്ടിയെ കാണാനില്ല എന്ന മധ്യപ്രദേശ് പോലീസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് കേരള പോലീസ് പറയുന്നത്. പെൺകുട്ടിയുടെ ലൊക്കേഷൻ പോലീസിന്റെ രഹസ്യ നിരീക്ഷണത്തിലാണെന്നും ആവശ്യമെങ്കിൽ ഏത് നിമിഷവും സംരക്ഷണം നൽകാൻ കേരള പോലീസ് സജ്ജമാണെന്നും കമ്മീഷനെ അറിയിക്കാനാണ് തീരുമാനം. അന്തർ സംസ്ഥാന പോലീസ് സംവിധാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഈ കേസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ഗർഭിണിയാണെന്ന ഭർത്താവ് ഫർമാൻ ഖാന്റെ വെളിപ്പെടുത്തൽ കേസിന്റെ പുതിയ വഴിത്തിരിവിന് ഇടയായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മധ്യപ്രദേശിലേക്ക് യാത്ര ചെയ്യാനോ അവിടുത്തെ പോലീസിന് മുന്നിൽ ഹാജരാകാനോ പെൺകുട്ടിക്ക് കഴിയില്ല. ഈ സാഹചര്യം പരിഗണിച്ച് ഇളവുകൾ നൽകണമെന്ന ആവശ്യം DGP കമ്മീഷന് മുന്നിൽ ഉന്നയിക്കും. മാർച്ച് 11 തിരുവനന്തപുരം പൂവാറിലെ ക്ഷേത്രത്തിൽ വച്ചാണ് വിവാഹം നടന്നത്. തന്നെ ബലമായി മറ്റൊരു വിവാഹത്തിന് നാട്ടിൽ പ്രേരിപ്പിക്കുന്നുവെന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം പങ്കാളിക്കൊപ്പം പോകാൻ പ്രായപൂർത്തിയായ വ്യക്തിക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധികൾ മുൻനിർത്തിയാണ് കേരള പോലീസ് നടപടികളുമായി മുന്നോട്ടു പോയത്. മധ്യപ്രദേശ് പോലീസ് ഉയർത്തുന്ന തട്ടിക്കൊണ്ടുപോകൽ ആരോപണങ്ങൾ ഇതിനാൽ തന്നെ നിലനിൽക്കില്ല എന്ന് കേസ് കേരളം വാദിക്കും. പ്രായം സംബന്ധിച്ച സർട്ടിഫിക്കറ്റുകളുടെ അധികാരിതയാണ് പ്രധാനമായ ഒരു തർക്ക വിഷയമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. മധ്യപ്രദേശിലെയും കേരളത്തിലെയും രേഖകൾ തമ്മിലുള്ള വൈരുദ്ധ്യം പരിശോധിക്കാൻ ദേശീയ കമ്മീഷൻ ഉത്തരവിടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പെൺകുട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരാക്കിയ രേഖകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതാണെന്ന് പോലീസ് ആസ്ഥാനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് വ്യാജ രേഖകളുമാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന ബോധ്യം പോലീസിനുണ്ട്. ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് അമ്പാടെ നാറും. പെൺകുട്ടിയെ വിട്ടുതരണമെന്ന് മധ്യപ്രദേശ് പോലീസിന്റെ ആവശ്യം കേരളം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മധ്യപ്രദേശ് പോലീസിന്റെ മെല്ലെപ്പോക്കിനെയും അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും കേരള പോലീസ് സംശയത്തോടെയാണ് കാണുന്നത്. പെൺകുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്ന ഭരണഘടനാപരമായ ബാധ്യതയാണ് തങ്ങൾ നിറവേറ്റുന്നത് എന്ന നിലപാടിലാണ് DGP ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലപാട് ഈ കേസിൽ അതിനിർണായകമാകും. കമ്മീഷൻ കേരള പോലീസിന്റെ റിപ്പോർട്ട് തള്ളിയാൽ അത് വലിയ നിയമപ്രതിസന്ധിക്ക് ഒരു പ്രധാന കാരണമായി മാറും. അതിനാൽ തന്നെ DGP റവാഡ ചന്ദ്രശേഖർ നേരിട്ട് ഹാജരാകുന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് വിശദീകരണം നൽകുന്നത് പോലീസിന്റെ ഭാഗത്ത് ഒരു തരത്തിലുമുള്ള പിഴവുകൾ ഇല്ല എന്ന് ഉറപ്പിക്കാനാണ്. പെൺകുട്ടിയെ നേരിട്ട് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചാൽ വീഡിയോ കോൺഫറൻസ് വഴിയുള്ള മൊഴി രേഖപ്പെടുത്താൻ കേരളം ആവശ്യപ്പെടും. ഗർഭാവസ്ഥയിൽ ദീർഘദൂര യാത്രകൾ പെൺകുട്ടിക്ക് സുരക്ഷിതമല്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ടും ഹാജരാക്കി വയ്ക്കും. അല്ലെങ്കിൽ കമ്മീഷൻ നേരിട്ട് കേരളത്തിലേക്ക് എത്തേണ്ടി വരും. പെൺകുട്ടിയുടെ മൊഴിയാകും കേസിൽ അവസാന വാക്കായി ഇനി മാറാൻ പോകുന്നത്. മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ ഹാജരായാൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമെന്ന ഭീതിയും കേരള പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്.